ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. May the name of the Lord be glorified. കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മൾ ആരും അനുഭവിക്കാത്ത സമയങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ദൈവം നമ്മെ എല്ലാവരെയും പരിപാലിച്ചു. ദൈവം നമ്മെ എല്ലാവരെയും താങ്ങി. ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്ക് മഹത്വപ്പെടട്ടെ. God has kept us through this perilous times through, and He kept us safely and securely. ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 2 Corinthians chapter 12 verse 9. Let us think together. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുമെങ്കിൽ, എനിക്കറിയില്ല കഴിയുമോ എന്ന്, കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ ഭൂമിയിൽ നാം നഷ്ടപ്പെടുത്തിയ ദൈവത്തിൻ്റെ കാര്യങ്ങൾ എത്ര അധികമാണ് എന്ന് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. When we reach heaven, if you are able to think about earth, our life on earth, we might regret how much we might have wasted away. അങ്ങനെ ഭൂമിയിൽ ദൈവം നമുക്ക് തന്ന പല കാര്യങ്ങളിൽ ഒന്ന് ശരിയായി നാം ഉപയോഗിക്കാത്ത, സ്വീകരിക്കാത്ത ഒന്നാണ് ദൈവത്തിൻ്റെ ശക്തി, the power of God. While we are on this earth, we don't fully utilize the provision of God, which is the power of God. ദൈവത്തിൻ്റെ ശക്തി ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. The power of God, God has kept for us. എന്നാൽ നമുക്കുള്ളൊരു പ്രശ്നം, നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പാടും, പ്രസംഗിക്കും, ധ്യാനിക്കും, പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യുന്നത്, അത് സ്വീകരിക്കുന്നത് വളരെ കുറവാണ്. We preach, we sing, and we meditate on the power of God, but we don't receive it in our daily life. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന പല അനുഭവങ്ങൾ, പല അവസരങ്ങൾ ഈ ദൈവത്തിൻ്റെ ശക്തിയെ ഒന്ന് അനുഭവിക്കാൻ, പ്രാക്ടീസ് ചെയ്യാൻ, സ്വീകരിക്കാനുള്ള അവസരങ്ങളാണ്. The things which we happen in our life are opportunities to receive and practice the presence of God. മത്തായി സുവിശേഷം 14-ാം അധ്യായം Matthew chapter 14, 15, 16, 17 വാക്യങ്ങൾ വായിക്കാം. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിനെ അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവരോട്, 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ ദൈവത്തിൻ്റെ ശക്തി എന്താണ് എന്ന് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കർത്താവ് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. God is giving an opportunity to practically experience the power of God in their lives. എന്താണ്? ഈ ഒരു വലിയ ജനക്കൂട്ടം, ഇവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കണം. ആര് കൊടുക്കണം? ഈ ശിഷ്യന്മാർ കൊടുക്കണം. For a large crowd, they have to feed the food, and the disciples have to give that. അവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ബാങ്കിൽ പോയി ലോൺ എടുത്ത് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങിച്ച് ഇവർക്ക് കൊടുക്കുക. 2, ദൈവത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ഇവർക്ക് ഭക്ഷണം കൊടുക്കുക. There are 2 options there. They can go to bank, take a loan, and go to a hotel and buy the food for these people. Or the other option is rely on the power of God. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാനൊരു ഭാവന പറയല്ല, അത് തന്നെയാണ് അവിടുത്തെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ അവർ പറയുകയാണ്, അയ്യോ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, ബാങ്ക് തുറക്കത്തില്ല. ഇനി ബാങ്ക് തുറന്നാൽ തന്നെ ഇത്രയും പേർക്ക് എപ്പോൾ ഓർഡർ ചെയ്ത് കിട്ടാനാണ്. They might be thinking like this: through this second Saturday and the bank is closed, and even if you order, how much time will it take to receive food for so many people? നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്, ഒരു സിസ്റ്റം ഓഫ് തോട്ട് ഉണ്ട്. Before we were born again, we are used to a way of thinking. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് ദൈവം പുതിയ ദൈവമായി, പ്രാർത്ഥന രീതികൾ മാറി,
പക്ഷേ ഇപ്പോഴും ചിന്തിക്കുന്നത് ആ പഴയ രീതി തന്നെയാണ്. After we are born again, we got revelation about God, but we keep on thinking in the same old way. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, മനസ്സ് പുതുക്കണം. That's why we read in Romans 12 that you should renew your mind. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൻ്റെ മുൻപിൽ ഒരാവശ്യം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ എളുപ്പത്തിൽ ചിന്തിച്ചു പോകുന്നത് ഏത് രീതിയിലാണ്? ദൈവത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയിലാണോ, അല്ല മാനുഷികമായ രീതിയിലാണോ? When we face a difficulty, what is the way we think in our mind? Using our own strength or to tap onto the power of God? ഈ നമുക്കൊരു പ്രശ്നമുണ്ട്. ഈ ദൈവത്തിൻ്റെ ശക്തിയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വിധത്തിലുള്ള മിസ്റ്റേക്സ് ആണ് പൊതുവെ നടക്കുന്നത്. When we think about the power of God, we think in two ways. ഒന്ന്, തെറ്റായ മനുഷ്യർ തെറ്റായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. Some people use for wrong purposes. രണ്ട്, ശരിയായ ആള് ശരിയായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. Those who are knowledgeable about it do not utilize it for the right thing. അതുകൊണ്ട് പൊതുവേ നമ്മുടെ ഇടയിലൊന്നും ഈ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അങ്ങനെ നമ്മൾ പ്രസംഗിക്കാറില്ല. കാരണം ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പ്രസംഗിച്ചാൽ ഉടനെ നമുക്ക് ഈ കൺവെൻഷൻ സ്റ്റേജുകളിൽ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ ഇറങ്ങും എന്ന് പറയുന്ന ചിന്തയാണ് നമുക്ക് കയറിപ്പോകുന്നത്. When we hear about the power of God, we have some memories coming to us. In a convention, people preach about the power of God. ഈ തെറ്റായ രീതിയിൽ ദൈവത്തിൻ്റെ ശരിയായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന കാരണത്താൽ നമുക്ക് അത് അവഗണിക്കാൻ അവകാശമില്ല. We should not set aside the power of God because some people are using the power of God not in the right way. ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ്. God is willing to give the power of God to those who believe in His name. പ്രത്യേകിച്ച് നമ്മൾ വടക്കേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അധികം തിയോളജി അറിയാത്ത, അധികം വിദ്യാഭ്യാസമില്ലാത്ത ഒരു സാധു ഉപദേശി ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവനിലുള്ള ശക്തിയേറിയ ഭൂതം പേടിച്ച് അവനെ വിട്ടു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു, നമ്മൾ അനുഭവിക്കുന്ന കാണും, എക്സ്പീരിയൻസ് ചെയ്യുന്നു. We especially go to North India and all, we see a pastor when he prays, the evil spirit is cast out. ദൈവത്തിൻ്റെ ശക്തി, അത്യന്തമായ ശക്തി, അത് നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവം വെച്ചിരിക്കുകയാണ്. God has kept His magnificent power for each one of us. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാമത്തെ വാക്യം. 2 Chronicles chapter 16 verse 9. For the eyes of the Lord move to and throughout the earth, that He may strongly support those whose heart is completely His. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്? In what context this word is said? ആസ എന്ന് പറയുന്ന ഒരു നല്ല രാജാവ്, നമ്മളെ രാജാക്കന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന രാജാക്കന്മാരുണ്ട്, ദൈവത്തിൻ്റെ വഴി വിട്ടുപോയ രാജാക്കന്മാരുണ്ട്. It happened in the days of Asa, who walked in the ways of God. എന്നാൽ നല്ല രാജാക്കന്മാരുടെ ഗണത്തിൽ പെടുന്ന ഒരാളാണ് ഈ ആസ. ആസ തൻ്റെ ഭരണത്തിൻ്റെ 36-ാമത്തെ വർഷം ഒരു ദോഷം പ്രവർത്തിച്ചു. Asa is a good king who walked in the ways of Lord, but in 36th year of his reign, he did an evil thing. ബയശ എന്നു പേരുള്ള ഒരു ഇസ്രായേൽ രാജാവ് ഈ ആസയുടെ നേരെ യുദ്ധത്തിന് വേണ്ടി വന്നപ്പോൾ ആസ പോയി ആരാം രാജാവായ ബെൻഹദദിനെ ആശ്രയിച്ചു. He relied on the Aramite king Ben-Hadad when an enemy came on to him. ദൈവത്തിൻ്റെ ഒരു ഭക്തനായ രാജാവാണ്, ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ആളാണ്. He is a child of God, he is walking in the ways of God, but തനിക്ക് വേണ്ടി ദൈവം നൽകാൻ ഈ ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ആവശ്യത്തിന് കൊടുക്കാൻ. പക്ഷെ ആസ എന്ത് ചെയ്തു? ആസ ഈ ദൈവത്തിൽ ആശ്രയിക്കാതെ ജഡത്തിൽ ആശ്രയിച്ചു. തൻ്റെ ആലയത്തിലുണ്ടായിരുന്ന പൊന്നും വെള്ളിയും ഒക്കെ എടുത്തിട്ട് ഈ ബെൻഹദദിന് കൊടുത്തു. he did not rely on the power of God. Instead of that, he gave his resources to this human help. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കുക. Let's examine our ways. കർത്താവ് പറഞ്ഞു,
മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? The Lord said, will he find faith when he returns? നമ്മുടെ ജീവിതം എങ്ങനെയാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? How our life is progressing every day. ഓ, കൃത്യമായി എൻ്റെ കമ്പനി ശമ്പളം തരുന്നതിനാൽ സ്തോത്രം, അതുകൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു. My company is paying me regularly. That is why I'm able to manage my life. മാനുഷികമായിട്ടുള്ള സോഴ്സസിൽ നമ്മൾ ആശ്രയിക്കുകയും പാട്ടുപാടുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ മറ്റ് അവകാശവാദങ്ങൾ മുഴക്കുമ്പോഴോ നമ്മൾ പറയുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. When we sing and when we pray, we said about the power of God. ദൈവം തൻ്റെ ശക്തി നമുക്ക് ആവശ്യ സന്ദർഭങ്ങളിൽ തരാനായി ദൈവം ആഗ്രഹിക്കുകയാണ്. തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലമാണെന്ന് കാണിപ്പാൻ തൻ്റെ ബലം കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. God is eagerly waiting to act on behalf and show his power for those whose heart is steadfast on him. അത് ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പറയുന്നത്, One translation, ദൈവത്തിന് തൻ്റെ ശക്തി വെളിപ്പെടുത്തണം, അതിനൊരു ആളുണ്ടോ എന്ന് അന്വേഷിച്ച് ദൈവം നടക്കുകയാണ്. in one translation says like God is eagerly looking, where can I demonstrate my power? Who is willing to receive that? നിങ്ങളുടെ ജീവിതത്തിൽ അവസാനമായി നിങ്ങൾ അനുഭവിച്ച അത്ഭുതം എന്താണ്? When did you last receive a miracle or experience the power of God in your life? എന്തുകൊണ്ടാണ് പലപ്പോഴും അത്ഭുതങ്ങളെ ഒരു പെക്യുലർ ആയിട്ടുള്ള കാര്യമായി കണ്ടിട്ട് നമ്മൾ ന്യൂസ് ലെറ്ററിൽ എഴുതുന്നത്? കാരണം അത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് ഒരു സാധാരണ കാര്യമാകേണ്ടതാണ്. A miracle should be a common thing which should happen in the life of a believer, but we write and read about that on some occasions only. അത്ഭുതം, ദൈവത്തിൻ്റെ ശക്തിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊരു സാധാരണ കാര്യമാകണം. The miracle which happens in the power of God should be a common thing in the life of a believer. ദൈവത്തിൻ്റെ ശക്തി ദൈവം നമുക്ക് തരികയാണ്. കാരണം നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ ഇടപെടലുകൾ എപ്പോഴും ആവശ്യമാണ്. We need the intervention and the power of God in our daily life. എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപങ്ങൾ ചെയ്യേണ്ടി വരുന്നത്? Why we have to sin against God and displease God? എന്തുകൊണ്ടാണ് നുണ പറയേണ്ടി വരുന്നത്? Why we have to lie? ഞാൻ ചിന്തിക്കുന്ന നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന നുണ പറയുന്ന പാപമാണ് എന്ന് തന്നെയാണ്. I believe that you all believe that. നുണ സർട്ടിഫിക്കറ്റിൽ എഴുതിയാലും പഞ്ചായത്ത് ഓഫീസിൽ പറഞ്ഞാലും അത് നുണ തന്നെയാണ്. Even if he is right, the lies everywhere it is a lie. അത് വിശ്വാസികൾ ചെയ്യരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God desires that his children should not do that. അത് അമേരിക്കയിൽ പോകാൻ ഉള്ള വീസയ്ക്ക് വേണ്ടിയാണെങ്കിലും നുണ പറയരുത്. Even if to receive a visa to go to America, you should not tell a lie. നിങ്ങൾ അമേരിക്കയിൽ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നുണ പറയാതെ വീസ തരാൻ ദൈവത്തിൻ്റെ ശക്തി പകരാൻ ദൈവം കാത്തിരിക്കുകയാണ്. If God desires that you should go to America, he is able to achieve that without you taking any lies or telling any lies. ദൈവത്തിൻ്റെ ശക്തി ഞായറാഴ്ച പാട്ട് പാടാൻ വേണ്ടിയുള്ളതല്ല. The power of God is available not only on Sunday alone. ദൈവത്തിൻ്റെ ശക്തി എനിക്ക് ഇവിടെ വന്ന് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. The power of God is not only to preach today. എനിക്ക് അനുഭവിക്കാനുള്ളതാണ്. It is to be experienced every day of our lives. ഒരു പോലീസ് സ്റ്റേഷനിൽ എന്നെ കൊണ്ടുപോകുമ്പോൾ When we have to go to a police station, അത് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. we have to practice. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരുതൽ ഇതൊക്കെ നിങ്ങൾക്കും എനിക്കും വേണ്ടി പൊഴിച്ചു തരാൻ നൽകാൻ ദൈവം വെച്ചിരിക്കുന്നതാണ്. God has kept his love, his power for each one of us. ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്ത് വെച്ചാലും നമുക്കറിയാം അത് വിഗ്രഹമായിട്ട് മാറും. If we substitute anything instead of God, it becomes an idol. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. Book of Habakkuk, chapter 2, verse 4. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുന്നു. അവിടെ രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. അവൻ്റെ മനസ്സ് അഹങ്കരിച്ചു. അടുത്തത് പറയുകയാണ്, എന്നാൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
Behold, as for the proud one, his soul is not right within him, but the righteous will live by faith. അപ്പൊ വിശ്വാസത്താൽ ജീവിക്കാത്തവൻ എങ്ങനെ ജീവിക്കുന്നത്? If you are not living by faith, how are you living? ഒരു വിശ്വാസി ഉയർന്ന ശമ്പളമുള്ളവനായാലും കുറഞ്ഞ ശമ്പളമുള്ളവനായാലും അവൻ ജീവിക്കേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസത്തിലായിരിക്കണം. A believer should live by faith, whatever is the salary he draws. അല്ലെങ്കിൽ അടുത്ത മുകളിലെ വാക്യം എന്താ പറയുന്നത്? അല്ലെങ്കിൽ അവന്റെ മനസ്സ് അഹങ്കരിക്കും. Otherwise, he is proud. That is what the word of God says. എന്താണ് അഹങ്കാരം? What is pride? എന്റെ ജോലിയിലുള്ള ട്രസ്റ്റ്, My trust in my job, എന്റെ കഴിവിലുള്ള ആശ്രയം, my trust in my abilities. നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമ്മൾ എന്താ അവരെ പഠിപ്പിക്കുന്നത്? To secure the future of our children, what do we teach them? നിങ്ങളുടെ പേഴ്സ് വലിപ്പമുള്ള വിധത്തിൽ ആകുന്ന ജോലി കിട്ടിയാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതത്വം. We teach our children that if you earn a big salary, your future is secure. മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? When the Son of Man returns, will he find faith on earth? വിശ്വാസത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? What do we understand by live by faith? ഒരു ദിവസം എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ഒരിക്കൽ ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു. അപ്പം ഞാൻ ജോലി കളഞ്ഞ് ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങി. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യമാണ് വിശ്വാസ ജീവിതം. I had a job, but God called me for full-time ministry. I left my job and I started the ministry. We think that you have to live by faith at that time only. അല്ല, It's not like that. ഞാൻ ലോകത്തിൽ ആശ്രയിച്ച ലോകമനുഷ്യനായി ജീവിക്കുന്ന സമയത്ത് ഞാൻ എന്നാണോ എൻ്റെ ജീവിതം യേശുവിന് കൈമാറിയത് അന്ന് മുതൽ ജീവിക്കേണ്ട ജീവിതമാണ് വിശ്വാസ ജീവിതം. The moment we transacted our life and we were born again, we surrendered our life, we have to start live by faith. നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. The righteous shall live by faith. അവൻ അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ അവന്റെ മനസ്സ് അഹങ്കരിക്കും. If he does not live like that, he is a pride man. വല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. We are reaching into the perilous times. എനിക്ക് തോന്നുന്നത് ഈ കൊറോണയുടെ ഒരു സമയം നമ്മെ പലരെയും ദൈവം ചില കാര്യം ഓർമ്മപ്പെടുത്താൻ ഉപയോഗിച്ചെന്നാണ്. I believe that this corona time God has used to remind us of certain things. നമ്മുടെ ആശ്രയമായ പല സോഴ്സസും നിന്നുപോയിട്ടും ദൈവം നമ്മെ അത്ഭുതകരമായി പുലർത്തി. ദൈവം ഇടയ്ക്ക് നമ്മെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഈ ലോകം കൈവിട്ടാലും ഈ ലോകം അടഞ്ഞാലും നിനക്കുള്ളത് നിന്നെ പുലർത്തേണ്ടത് ഞാനാണ്, അത് നടക്കും. Even if the world rejects you, I will keep you. That is the assurance God has taught us through this situation. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്ന ആ വാക്ക് 2 കൊരിന്ത്യർ 12 അധ്യായം 2 Corinthians chapter 12, ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. verse 9. 9ാമത്തെ വാക്യം. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. എൻ്റെ കൃപ നിനക്കു മതി, My grace is sufficient for you, എൻ്റെ ശക്തി ബലഹീനതയിലാകുന്നു പൂർണ്ണമാകുന്നത്. for my power is perfected in your weakness. എൻ്റെ ശക്തി അത് പെർഫെക്റ്റ് ആകുന്നത് അതെൻ്റെ വീക്ക്നെസ്സിലാണ്. God's power is perfected in your weakness. എന്തുകൊണ്ടാണ് നമുക്ക് ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ പറ്റാത്തത്? Why we struggle to live by faith? നമുക്ക് വീക്ക്നെസ് ഇല്ല. We are not weak. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ നമ്മുടെ പ്രാർത്ഥന എന്തിനാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തിനാണ്? ആ വീക്ക്നെസ് എന്ന് പറയുന്ന കാര്യങ്ങളെ മാറ്റാൻ. The moment we are saved, our prayer is for what? To remove what we think as weakness. നിങ്ങളുടെ ജീവിതത്തിലുള്ള പല വീക്ക്നെസ്സും, The weaknesses in your life, അത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി ഉപയോഗിക്കുക. God wants to demonstrate His power through your weaknesses. നമ്മുടെ പ്രശ്നം എന്താണ്? What is our problem? അവന് ദൈവവേല ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല.
കഴിവില്ല. He does not have the talent and ability to do the work of God. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് നമ്മുടെ ബലഹീനതകളിലാണ്. God's power is manifested in our weaknesses. ഒരിക്കൽ മോശ പറഞ്ഞു, Moses said one, മോശയെ ദൈവവേലയ്ക്ക് വേണ്ടി അയക്കാൻ ദൈവം തെരഞ്ഞെടുത്ത് അയക്കുന്ന സമയത്ത് മോശ പറയാണ്, ഐ ആം വീക്ക്. when God chose Moses to deliver Israel people, Moses is telling, I am weak. പുറപ്പാട് പുസ്തകം Book of Exodus, 4-ാം അധ്യായം chapter 4, 10-ാമത്തെ വാക്യം. verse 10. മോശെ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവ് ഉള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. ഇതാണ് പ്രശ്നം. This is a problem. മോശയെ ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ When God wants to send Moses for his ministry, ദൈവത്തിന് അറിയില്ലേ മോശയ്ക്ക് പ്രശ്നമുണ്ടെന്ന്? didn't God know that Moses has this problem? ഈ മോശ പറയുമ്പോഴാണ്, ആഹാ ആണോ, നിനക്ക് ഈ പ്രശ്നമുണ്ടോ? അയ്യോ ഞാൻ അറിഞ്ഞില്ല, സോറി, അന്ന് ഞാൻ വേറെ ആളെ തിരഞ്ഞെടുത്തോളാം. Is Moses thinking that? Didn't God know before even speaking to him? നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് എന്താ പറയുന്നേ? What are we speaking to God in our prayer? കർത്താവേ, എനിക്ക് ഈ പ്രശ്നമുണ്ട്, ഈ പ്രശ്നം മാറ്റി തരണേ. I have this problem, remove this problem. ഈ പാപത്തെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. I'm not speaking about sin. കർത്താവേ, എനിക്ക് കോപമുണ്ട്, എനിക്ക് സ്വാർത്ഥതയുണ്ട്, എനിക്ക് ദ്രവ്യം, ആ വിഷയമല്ല. I'm not speaking about I have anger and I love money. I'm not speaking about that. മറ്റുള്ളവർ ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും എനിക്കില്ല. I do not have talents which other people appreciate. മോശ പറയുകയാണ്, എനിക്ക് തടിച്ച നാവാണ്, ഞാൻ വിക്കനാണ്. Moses is telling that I am not eloquent. I am slow to speech. ദൈവത്തിന്റെ മണ്ടത്തരങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നവനാണ് ഭക്തൻ. A believer is someone who can believe on the foolishness of God. ദൈവത്തിന് മണ്ടത്തരമില്ല, പക്ഷെ ദൈവം ചെയ്യുന്ന പലതും മണ്ടന്മാരായ നമുക്ക് തോന്നുന്ന മണ്ടത്തരമായിട്ടാണ്. God is not foolish, but we are fools and we feel what God is doing is foolish. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു തലതിരിഞ്ഞ ഒരുത്തൻ, ഒരു ഭക്തനാണ്, അവന് ദൈവത്തിന്റെ മണ്ടത്തരം അംഗീകരിക്കാൻ മനസ്സുണ്ടായി. One person, such person had the ability to accept this so-called foolishness of God. ഓക്കെ, ദൈവം ചെയ്യുന്ന മണ്ടത്തരങ്ങളിൽ ഒരു മണ്ടത്തരം, One of the foolish thing which God does. ഇപ്പോ കർണാടക ചീഫ് മിനിസ്റ്ററിന്റെ അടുത്ത് ഒരു നിവേദനം കൊടുക്കാൻ ഈ സഭയിൽ നിന്ന് 2 പേരെ തെരഞ്ഞെടുത്തു. To give a complaint to the chief minister of Karnataka, if God chooses 2 people from this church, നമ്മൾ എങ്ങനെ തെരഞ്ഞെടുക്കും? how will we choose such a person? What kind of people we choose? മാനുഷികമായി കഴിവുള്ളവർ, അറിവുള്ളവർ എന്ന് ലോകം വിളിക്കുന്ന ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. We choose those who think as able in the eyes of men. പക്ഷെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ ആ നാട്ടിലെ രാജാവിനോട് പോയി സംസാരിക്കാൻ തെരഞ്ഞെടുത്തവൻ തടിച്ച നാവുള്ളവൻ, വിക്കൻ. When God chose a person who has to speak to the king at that time, he selected a person who is slow to speech. ദൈവത്തിന്റെ ശക്തി എപ്പോഴാണ് ഫിറ്റാകുന്നത്, അത് പൂർണ്ണമാകുന്നത് എൻ്റെ ബലഹീനതയിൽ. The power of God is perfected in my weaknesses. മോശ അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയ വ്യക്തി ആയിരുന്നില്ല, പക്ഷെ മോശയിലൂടെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു. Moses was not a perfect man, but God did mighty things through him. ദൈവം കാണുന്നത് പോലെ, ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനുള്ള വളർച്ച നമുക്കുണ്ടാകണം. We have to grow in our thinking like God thinks. പക്ഷെ വലിയൊരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത് അങ്ങനെ ഒരു മാറ്റം നമുക്കുണ്ടാകുന്നില്ല. ദൈവം ചിന്തിക്കുന്നത് പോലെ, ദൈവം കാണുന്നത് പോലെ കാണാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. We are not able to think like God thinks. We are not able to see the way God sees things. ദൈവം ഒരു കാര്യം പറയുമ്പോൾ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ എൻ്റെതായ രീതിയിൽ. When God speaks something, I understand, but not in God's ways, but in my own ways. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കും എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് അതിനർത്ഥം ദൈവം എൻ്റെ വിക്ക് മാറ്റിത്തരും. When God says, I will send you to Pharaoh, I understand it as God will remove my disabilities. അങ്ങനെ വിക്ക് മാറിയവനായി ഞാൻ ഒരു അംബാസിഡർ
പോകുന്നത് പോലെ രാജാവിൻ്റെ അടുക്കിലേക്ക് ഞാനിങ്ങനെ ഏത് കാറിലാണ് പോകുന്നത്, പ്രൈം മിനിസ്റ്റർ പോകുന്ന കാറിൽ ചെന്ന് ഇറങ്ങുമ്പോൾ രാജാവിനെ സ്വീകരിക്കാൻ. അതായത് ദൈവം പറഞ്ഞ കാര്യം ബാക്കിയെല്ലാം ഞാൻ ഫില്ല് ചെയ്യുന്നത് ലോകത്തിൻ്റെ ഭാഷയിലാണ്. When God speaks or selects us for a mighty thing, in our thinking we think that God will transform me, give me power in the eyes of men. നമ്മൾ സാധാരണ പറയാറുണ്ട് ആ സയൻറ്റിസ്റ്റ്, ആ ഡോക്ടർ, ആ ഇന്ന ആള്, IAS കാരൻ, കളക്ടർ രക്ഷിക്കപ്പെട്ട് നമ്മുടെ ഭാഗത്തേക്ക് വന്നിരുന്നെങ്കിൽ എത്രയോ വേഗത്തിൽ സുവിശേഷം പലരോട് പറയാമായിരുന്നു, അനേകർ വിശ്വാസത്തിലേക്ക് വന്നേനെ. We sometimes think that if a collector or an engineer or a scientist comes to our church, how fast the gospel would have been spread. എത്രയോ കളക്ടർമാർ, എത്രയോ ഫിലിം സ്റ്റാർസ്മാർ അവർ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നപ്പോൾ നമ്മൾ നശിപ്പിച്ചു. കാരണം നമ്മൾ ചിന്തിച്ച് അവർ സ്റ്റേജിൽ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ആൾക്കാർ കൂട്ടത്തോടെ രക്ഷിക്കപ്പെടുമെന്നാണ്. അവർ ദൈവവനെ പഠിക്കേണ്ട സമയത്ത് അവരെ നമ്മൾ സ്റ്റേജിൽ നിർത്തി. അങ്ങനെ അനേകർ പിന്മാറിപ്പോയി. Many such popular and powerful people, they were backslidden because they should be learning at the feet of Jesus. Instead of that, we promoted them. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ മാറ്റണം. ചേഞ്ച് യുവർ തിങ്കിങ് പാറ്റേൺ. When we read the word of God, our mind should be renewed and our thoughts should be changed. അല്ലാതെ നമ്മുടെ ജഡിക ഇച്ഛകൾക്കനുസരിച്ച് ആ വാക്യത്തെ നമ്മൾ വ്യാഖ്യാനിക്കരുത്. We should not interpret the word according to our old ways of thinking. നമ്മൾ പലപ്പോഴും പ്രസംഗം കേൾക്കുന്നത് അല്ലെങ്കിൽ ദൈവം വായിക്കുന്നത് നമ്മുടെ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. When we read the word of God, we interpret it in our own ways. ഈ പ്രോസ്പെരിറ്റി ടീച്ചിങ് പഠിപ്പിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, എന്താണ്? Prosperity teachers use നമ്മുടെ the- കർത്താവ് സമ്പന്നനായിരുന്നിട്ടും അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ നമ്മുടെ കർത്താവ് സമ്പന്നൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ എല്ലാവരും ആത്മാവിലായി. They got this word, even though our God was rich, he became poor. എനിക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യമുണ്ട്. വളരെ പ്രയാസപ്പെട്ട് ഒരു ദൈവദാസൻ ഒരു വർഷം വിശ്വാസികളെ ക്രൂശ് പഠിപ്പിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഈ പ്രോസ്പെരിറ്റി പഠിപ്പിക്കുന്ന ആൾ വന്ന് ഒരു പ്രസംഗം പറഞ്ഞു. ഈ ഒരു വർഷത്തെ പ്രസംഗം കേട്ടവരൊക്കെ ദേ കിടക്കുന്നു താഴ്ത്തു. The servant of God with great difficulty was preaching about the way of cross for 1 year. After that, a man who preached a prosperity gospel and they all fell. അവിടെ നമ്മൾ വായിക്കുന്നത് യേശു സമ്പന്നനായിരുന്നു. എവിടെയാണ് യേശു സമ്പന്നനായിരുന്നത്? We read there God was rich. ദരിദ്രനായി തീർന്നു എന്നാണ്. He became poor. എവിടെ? Where? Where he was rich? In heaven. Where was he rich? He was rich in heaven. ഭൂമിയിൽ വന്ന ദരിദ്രനായിട്ടാണ്. He came onto this earth as a poor. അത് പ്രോസ്പെരിറ്റി തിയോളജി പഠിപ്പിക്കാനുള്ള വാക്യമല്ല, തിരിച്ചു പഠിപ്പിക്കാനുള്ള വാക്യമാണ്. This is not the way to preach prosperity. It is rather the opposite. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരാം. Let's turn to the Gospel of John, 4-ാം അധ്യായം. chapter 4. അവിടെ യേശു ഒരു ശമരിയക്കാരി സ്ത്രീയുമായി സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. Jesus is speaking to a Samaritan woman. ആ സംസാരിക്കുന്ന സമയത്ത് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഇല്ല. When Jesus speaks to the Samaritan woman, his disciples are not with them. യേശുവിൻ്റെ ശിഷ്യന്മാർ ആഹാരം കൈക്കൊള്ളേണ്ടതിന് പട്ടണത്തിൽ പോയിരിക്കുകയായിരുന്നു. They went to the town to buy food. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ യേശുവിനുള്ള ഒരു പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. When they returned, they had brought one parcel for Jesus also. 31 മുതൽ 33 വരെ വാക്യങ്ങൾ. Verse 31 to 33. അതിനിടയിൽ ശിഷ്യന്മാർ അവരോട്, റബ്ബി, ഭക്ഷിച്ചാലും എന്നപേക്ഷിച്ചു. അതിനവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് അവരോട് പറഞ്ഞു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു ഇവരെ ഭക്ഷണം കൊണ്ടുവന്ന് യേശുവിന് കൊടുത്തപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരു ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട്. ഉടനെ ഇവർ ചിന്തിച്ചത് എങ്ങനെയാണ്? ആരെങ്കിലും ആഹാരം വന്ന് കൊടുത്തിരിക്കും. When the disciple gave the parcel to him, Jesus replied, I have food to eat that you do not know about. Then the disciples thought someone might have given him food already. എന്നാൽ യേശു എന്താ ചിന്തിച്ചത്? 34-ാമത്തെ വാക്യം. Verse 34, what do we read? യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. അതാണ് യേശു ചിന്തിച്ചത്. പക്ഷെ ഇവർ ചിന്തിച്ചത് മട്ടൻ ബിരിയാണി ആയിട്ടാണ്. Jesus was
speaking and thinking about a different matter, but the disciples did not understand that. ഞാനൊരു കോണ്ടെക്സ്റ്റ് ഒന്ന് വിശദീകരിക്കട്ടെ. Let me elaborate on this context. യേശു ഈ ശമരിയ പട്ടണത്തിൽ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു കാണും, ഗുരു വിശക്കുന്നു, കുറേ നേരം ആയില്ലേ. അപ്പോൾ പറഞ്ഞു, അണ്ണാ നിങ്ങൾ പോയി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വാ, വരുമ്പോൾ എനിക്ക് ഭക്ഷണം മേടിച്ചോ എന്ന് പറഞ്ഞു എന്നറിയത്തില്ല. അവരതിൽ അയച്ചു, ഭക്ഷണത്തിന് വേണ്ടി അയച്ചു. You visualize like this, Jesus along his disciples were in the town of Samaria and they felt hungry. The disciple told them, you feel hungry. Then Jesus might have told them, go to the town and you eat food, and on your return buy one parcel for me also. അപ്പോൾ പോകുന്ന വഴിയിൽ പത്രോസ് പറഞ്ഞു കാണും, ആ കേരപുരത്ത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ബിരിയാണി കടയുണ്ട്, അവിടുത്തെ ബിരിയാണി ഉഗ്രൻ ബിരിയാണിയാണ്. Peter might have told the disciples, near Capernaum there's a biryani shop, let us have our food in that place. പിന്നെ ഇവരുടെ സംസാരവും ചിന്തയും ഒക്കെ ആ വഴിക്ക് തിരിഞ്ഞു. പിന്നെ അന്യൂന പറച്ചിലായി. അപ്പോൾ അതെ, ആ ഹോട്ടൽ നല്ല ഹോട്ടലാണ്, ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി കോൺസെൻട്രേറ്റഡ് ആയ ഒരു സംസാരമായി അവിടെ. And this would have triggered a series of conversation about the biryani they are going to eat. അവരെന്ത് കണ്ടാലും എന്ത് കേട്ടാലും പെട്ടെന്ന് ബിരിയാണി എന്ന് തോന്നുന്ന വിധത്തിലേക്ക് അവരുടെ മനസ്സ് ആയിത്തീർന്നു. Their mind is fully filled with biryani, thoughts about biryani. അങ്ങനെ അവർ ബിരിയാണി കഴിച്ചു. പറഞ്ഞതുപോലെ ഉഗ്രം ബിരിയാണി ആയിരുന്നു. They ate the biryani and it was very good. ഈ 200 കൊടുത്ത് ബിരിയാണി കഴിച്ചാൽ ആ കഴിച്ച പൈസ നഷ്ടപ്പെടാതിരിക്കാനുള്ള സമാധാനം, പിന്നെ പോകുന്ന വഴിക്ക് ബിരിയാണിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ വാട്സാപ്പ് എടുത്ത് കുറച്ച് പേർക്ക് അയക്കണം. അപ്പോൾ നമ്മുടെ ആ പൈസ ഏതായാലും തിരിച്ചു കിട്ടിയ ഒരു സമാധാനം നമുക്ക് ഉണ്ടാകും. We feel contentment only after we say about what we ate and send WhatsApp messages about that. നിങ്ങൾ കഴിക്കുന്ന ബിരിയാണിയുടെ ഫോട്ടോ എടുത്ത് ഈ വാട്സാപ്പിൽ അയക്കുന്നതിൻ്റെ ആ ഉദ്ദേശം നിങ്ങളൊന്ന് ചിന്തിച്ച് think about the reason behind you send what in the WhatsApp messages about the food you eat. ഈ ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ വീട്ടിൽ കുറേ മക്കളാണ്, ഞങ്ങൾ 7 മക്കളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്വീറ്റ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെ കൊതിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും, മറ്റുള്ളവരെ കൊതിപ്പിക്കാൻ. അതാണോ ഇതിൻ്റെ പിന്നിലുള്ള നിങ്ങളുടെ ഉദ്ദേശം? We were 7 children and when we receive one sweet we will show it to the other children and show like that. ഏതായാലും അന്ന് വാട്സാപ്പ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വാട്സാപ്പ് എടുത്ത് അയക്കാൻ പറ്റില്ല. പിന്നെ അവസാനമുള്ള പരിഹാരം സംസാരിച്ചുകൊണ്ടിരുന്നു. We didn't have WhatsApp at that time, but we had the same intention at that time. അവർ തിരിച്ചു വന്നു. They returned. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനോട് അവർ പറഞ്ഞു, വന്ന് ഭക്ഷിച്ചാലും. To the Son of God they said, come and eat. അപ്പൊ നിത്യജീവന്റെ മൊഴികളാണ് വായിൽ നിന്ന് വരുന്നത്. നിത്യജീവന്റെ മൊഴികൾ വന്നു. എന്താണ്? നിങ്ങൾ അറിയാത്തൊരു ആഹാരം എനിക്ക് കഴിക്കാനുണ്ട്. Words of eternal life came out of the mouth of Jesus. പക്ഷെ അവർ വായിച്ചത് എങ്ങനെയാണല്ലേ, അവർ കേട്ടത് എങ്ങനെ? ബിരിയാണി. But they understood it as speaking about എടാ, biryani. നമ്മൾ അറിയാതെ ആരാണ് യേശുവിന് ബിരിയാണി കൊണ്ട് കൊടുത്തത്? They started thinking, who gave food without our knowledge? യേശു ഒരു വാക്ക് പറഞ്ഞേ, എത്ര കാലം ഞാൻ നിങ്ങളെ സഹിക്കും? Jesus said, how long I have to tolerate you? ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചിരുന്നത്, ഞാനിങ്ങനെ മെസ്സേജൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിരിക്കാറുണ്ട്. ചിലപ്പോൾ മീറ്റ് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ആദ്യമൊക്കെ ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിലായത്, കർത്താവ് ഈ പറഞ്ഞ ഒന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. In early days, I used to think that when people ask questions to me, I understood that they have not understood anything. ഞാൻ 1 മണിക്കൂർ നിന്ന് ബീഹാറിൻ്റെയും ജാർഖണ്ഡിൻ്റെയും സുവിശേഷ ആവശ്യങ്ങൾ പ്രസംഗിച്ചു. മീറ്റ് കഴിഞ്ഞ് ഒരാളെന്ന് പറയണം, എൻ്റെ കൊച്ചിൻ്റെ എൻട്രൻസ് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. തീർന്നില്ല. I spoke about gospel work in Bihar and Jharkhand, and after the meeting, they are coming and pray for my child for his exam. ദൈവം കാണുന്നത് പോലെ കാര്യം കാണാൻ കഴിയുന്നതാണ് ഒരു ആത്മീയ വളർച്ചയുടെ ലക്ഷണം. The sign of a spiritual growth is that we are able to see the things as God sees. ദൈവം പറയാണ്, എൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി തരാൻ ഞാൻ വെച്ചിരിക്കുന്നു, പക്ഷേ അത് പകരുന്നത് വീക്ക്നെസ്സിലാണ്, ബലഹീനതയിലാണ്. I have reserved my power for you, but I pour out my power in your weakness. പക്ഷെ രക്ഷിക്കപ്പെട്ട മുതൽ നമ്മുടെ വീക്ക്നെസ് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. രക്ഷിക്കപ്പെട്ടത് പോലും ദൈവം രക്ഷിക്കപ്പെട്ടാൽ വീക്ക്നെസ് മാറ്റുമെന്ന് ചിന്തിച്ചിട്ടായിരിക്കും. Our prayer is to remove all the weaknesses. We might have thought that if you are saved, God will remove our weaknesses. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളൊക്കെ പല പ്രാവശ്യം മിഷൻ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. വളരെ വർഷങ്ങളായി വളരെ ഇൻറ്റീരിയറായ സ്ഥലത്ത് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന പലരും ആസ്മ രോഗികളാണ്. Some people who minister in very interior places are affected by asthma.
നിങ്ങൾ ഒരു ശാരീരികമായി ആരോഗ്യമില്ലാത്ത വ്യക്തിയാണ്, അപ്പോഴാണ് നിങ്ങളെ ഹിമാചലിലെ ഒരു കുഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജാർഖണ്ഡിലെ ഒരു പൊടി നിറഞ്ഞ ഗ്രാമത്തിലേക്ക് ദൈവം വിളിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിക്ക് അത് മനസ്സിലാകത്തില്ല, പക്ഷെ ദൈവത്തിന് അത് മനസ്സിലാവും. You may be physically have many weaknesses. At the same time, God calls you to these remote places. You don't understand in your thinking, but God knows it. ദൈവം നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു പക്ഷേ ദൈവം എന്നെ സൗഖ്യമാക്കിയിട്ട് ആ സ്ഥലത്ത് കൊണ്ടുപോയി പ്രവർത്തിപ്പിക്കുമെന്നാണ്. ഇല്ല, ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നാണ്. നിന്റെ ബലഹീനതയിൽ എനിക്ക് എന്റെ ശക്തി വെളിപ്പെടുത്തണം. You might be thinking that God will heal my sicknesses when I go to minister there, but God will pour out His power in your weaknesses. ഞാൻ ഈ ബലഹീനത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കോണ്ടെക്സ്റ്റിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് ബലഹീനത എന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ. അല്ലെങ്കിൽ ദൈവത്തോട് നിങ്ങൾ ചോദിക്കുക, ദൈവം അത് മനസ്സിലാക്കി തരും. What is weakness for each one of you? Ask God and God will reveal that to you. ഒരിക്കൽ D.L. മൂഡി ഇംഗ്ലണ്ടിലാന്ന് തോന്നുന്നു ഒരു സ്ഥലത്തെ പ്രസംഗത്തിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം, അദ്ദേഹത്തിന് ഇംഗ്ലീഷ്, അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമില്ലാത്ത ആളാണ്, അതുകൊണ്ട് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയത്തില്ല. D.L. Moody, when he went to preach in England, he is not eloquent in English. പക്ഷെ നമുക്കറിയാം അനേകർ അദ്ദേഹത്തിൻ്റെ മെസ്സേജിലൂടെ ദൈവത്തേക്ക് കടന്നു വന്നു. Many were brought into the kingdom of God through his preaching. ഒരിക്കൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്ന സമയത്ത് ഒരു ആൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഗ്രാമറൊക്കെ തെറ്റാണ്. When he was preaching, a person came and said, you are not speaking in correct grammar. പക്ഷെ ഗ്രാമർ തെറ്റായ ഗ്രാമറിലൂടെ അനേകർ ആ സുവിശേഷം കേട്ട് ദൈവത്തേക്ക് വന്നു. Many came to faith listening to that message which was not. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ ഉപവാസവും പ്രാർത്ഥന, കർത്താവേ ഗ്രാമറുള്ള ഇംഗ്ലീഷ് പറയാൻ എന്നെ സഹായിക്കണമേ, ഗ്രാമറുള്ള ഇംഗ്ലീഷ് പറയാൻ എന്നെ സഹായിക്കണമേ. ദൈവം ആ ഗ്രാമർ ഇല്ലാത്ത ഇംഗ്ലീഷിലാണ് ദൈവത്തിന്റെ ശക്തി പകരാൻ ആഗ്രഹിക്കുന്നത്. We have fast and pray that God make me eloquent in English, but God's plan is different. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഒരുപാട് ഭാവന കണ്ട ഒരു വ്യക്തിയാണ്. When I was saved, I used to imagine about many things. എൻ്റെ പല പ്രശ്നങ്ങളും ദൈവം മാറ്റി എന്നെ സൂപ്പർ നാച്ചുറലാക്കി ഇങ്ങനെ പോകുമെന്നാണ് ഇപ്പോൾ വർഷം കുറെ കഴിഞ്ഞ് ഇപ്പോഴും മനസ്സിലാക്കി. ഇപ്പം ഞാൻ മനുഷ്യൻ തന്നെയാണ്. Now after many years I realize I still have many of those weaknesses which I thought God will remove. ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ബലഹീനതയിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുന്നത് എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Every day God is teaching me that how His power is perfected in my weaknesses. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുന്ന ഒരു മറുപടിയുണ്ട്. Once Paul understood this, look at his response. പൗലോസ് പറയുന്നത് 9-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. In verse 9 we read, most gladly therefore I will rather boast about my weaknesses so that the power of Christ may dwell in me. ഇപ്പോൾ പൗലോസ് വലിയ സന്തോഷവാനായി. പൗലോസ് പറയുന്നത്, ഇപ്പോൾ ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ, അവിടെ വായിക്കുന്നത് അങ്ങനെയാണ്, ഇത് മാറാൻ 3 വട്ടം പ്രാർത്ഥിച്ചു, ഈ ബലഹീനത മാറാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. ഇപ്പോൾ മാറാൻ പ്രാർത്ഥിച്ച സ്ഥാനത്ത് തനിക്ക് തന്നിരിക്കുന്നതിൽ താൻ സന്തോഷിക്കുക. Paul prayed 3 times to God to remove his weaknesses, but God said my grace is sufficient. Now he started rejoicing in his weaknesses. പ്രായം കൂടുന്തോറും, As we grow older, കർത്താവിനോട് കൂടുതൽ അടുത്തു വരുന്തോറും, as we come closer to God, വീക്ക്നെസ് കുറയുകയല്ല, വീക്ക്നെസ് കൂടും. weaknesses will not decrease, but it will rather increase. എത്ര വീക്ക്നെസ് നിങ്ങൾക്ക് കൂടുന്നോ അത്രയും നിങ്ങൾ ദൈവത്തിൽ ചാരാൻ തുടങ്ങും. You will lean on to God in proportion to your weaknesses. നിങ്ങൾക്ക് എത്ര ശക്തിയുണ്ടോ അത്ര നിങ്ങൾ സ്വന്തം കാലിൽ അല്ലെങ്കിൽ അട്ടയിൽ നിൽക്കും. ശക്തി കുറയും തോറും ദൈവത്തിലേക്ക് നിങ്ങൾ അധികം ചാരും. You will lean on to the power of God in proportion to how you grow in your weakness. ആ സത്യം മനസ്സിലാക്കിയപ്പോൾ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ എൻ്റെ ബലഹീനതയിൽ സന്തോഷിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ഞാൻ നിർത്തി. Paul understood this truth and he started rejoicing in his weaknesses. ദൈവം തന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിലും, ജോലി സ്ഥലത്ത്, പഠിക്കുന്ന സ്ഥലത്ത്, സുവിശേഷ വേലയിൽ, ഏതൊരു ജീവിത മേഖലയിലും പകരാൻ ദൈവം കാത്തിരിക്കുകയാണ്. God is eagerly waiting to pour out his power into your weaknesses, be in your work or home or everywhere. ഞാൻ എത്ര പറഞ്ഞാലും, നിങ്ങൾ എത്ര വിശ്വസിച്ചാലും, ദൈവത്തിന്റെ ശക്തിയുടെ ഒരു അല്പം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയും മനസ്സിലാക്കാൻ പറ്റും. How much ever I preach, we can experience only a portion of God's mighty power. കാരണം ദൈവത്തിന്റെ ശക്തി
എത്ര വലുതാണ് അത് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റത്തില്ല. We cannot fathom the mighty power of God with our limited mind. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. The God makes the impossible possible. ഉണങ്ങിയ നിലത്ത് നീരൊഴുക്കുകളെ പുറപ്പെടുവിക്കുന്നവനാണ് ദൈവം. God will bring out rivers in a dry land. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് രാജാക്കന്മാരുടെ മനസ്സിനെ തിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. God will turn the heart of kings in the way he pleases. മരിച്ച മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. God can raise the dead, and that is the power of God. ഇനി എത്രയോ കാര്യങ്ങൾ പറയാൻ കിടക്കുന്നു. I can go on speaking about the power of God. എബ്രായ ലേഖനത്തിൽ വിശ്വാസത്തെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഇനി ഒരുപാട് പറയാനുണ്ടെന്ന് പറയുകയാണ്. In the book of Hebrews, he is saying that if I have to speak like this, there is a lot to speak. അവിടെ അനേക ഭക്തന്മാരെ കുറിച്ച് എഴുതിയിട്ട് പറയുന്നതാണ് അവരെല്ലാവരും വിശ്വാസത്താൽ ജീവിച്ചവരാണ്, കാഴ്ചയാൽ ജീവിച്ചവരല്ല. He's talking about many saints who lived by faith. They did not live by sight. എന്തിനാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്തത്? Why did God did miracle in your life? അടുത്ത ഒരു പ്രശ്നത്തിന് മുൻപിൽ ദൈവത്തെ വിശ്വസിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പുറകിലുള്ള അത്ഭുതങ്ങൾ. To receive the power for your next problem is, that's why God did a miracle in your life. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളുടെ മധ്യത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ആ ഒരു പ്രവൃത്തിയിൽ ദൈവത്തിന്റെ കരം നിങ്ങൾ കണ്ടു, രണ്ടാമത്തെ പ്രവൃത്തിയിൽ നിങ്ങൾ കൂടുതൽ ദൈവത്തെ വിശ്വസിക്കണം. Through your past experience of God's power in your life, God's desire is that you will trust more on the power of God for the future. ദൈവത്തിന്റെ ശക്തി പക്ഷെ പകരുന്നത് ബലഹീനതയിലാണ്. God's power is poured out in our weakness. ദൈവം നിങ്ങളെ നിങ്ങളായിട്ട് സൃഷ്ടിച്ചു. God has created the way you are. നമുക്ക് ഈ സമൂഹത്തിൽ ആ സമൂഹത്തിനനുസരിച്ച് നിൽക്കാൻ നമ്മുടെ ബലഹീനതകൾ മാറിയാലേ പറ്റൂ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. We are thinking that our weaknesses are a hindrance to minister in God's ways. അത് ഈ തലമുറയിൽ ഏറ്റവും കൂടുതലാണ്. In this generation, it is very much more this thinking. നമ്മുടെ കഴിവ് കുറവുകളെ തീർക്കാൻ അല്ലെ മാറ്റാൻ നമ്മൾ ആയിരക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ നമ്മൾ മറ്റു പല സ്ഥലങ്ങളിൽ ചെലവഴിക്കുന്നു. We are spending a lot of money to overcome our weaknesses. പക്ഷെ ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബലഹീനതയിലാണ്. But God wants to manifest His power in our weakness. പക്ഷെ അവിടെ ഒരു വിഷയം, നമുക്ക് വിശ്വാസം വേണം. But one matter is that we should have faith. മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? When the Son of Man returns, will He find faith? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് നോട്ടെടുക്കുകയും വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. We hear, we read, and we meditate. Are we practicing this living by faith? നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കുറിച്ച് നോക്കിയപ്പോൾ കണ്ടു 110 രൂപ ബാലൻസ്. When you check your bank balance, you see it is very low. പെട്ടെന്ന് നിങ്ങൾ നെഞ്ചിൽ കയറി പിടിക്കുകയാണോ? അതായത് ദൈവം മരിച്ചുപോയി എന്നതുപോലെ. What is your response at that time? എന്നിട്ട് പറയുകയാണ് ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം ചത്തുപോയി. Then you will think, how will I live? You think that your God is dead. നിങ്ങൾ ചിന്തിക്കുന്നു അത് അവിചാരിതമായിട്ട് സംഭവിച്ചതാണെന്ന്? Do you think that it has happened without the knowledge of God? ദൈവത്തിന് തന്റെ ശക്തി വെളിപ്പെടുത്തി കാണിക്കണം. God wants to demonstrate His power. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ദൈവം നമ്മുടെ ജീവിതത്തിൽ God is giving an opportunity to live by faith. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ദൈവം ഒരു അവസരം കൊടുത്തു. എന്താണ്? God gave an opportunity to the life of disciples. ഈ ഇത്രയും ജനക്കൂട്ടത്തിന് വിശ്വാസത്താൽ ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് അനുഭവിക്കാനുള്ള ഒരു അവസരം അവർ കൊടുത്തു. പക്ഷെ അവരത് നശിപ്പിച്ചു. The disciples are given a chance to feed these multitudes by faith, but they did not learn from that. ഓക്കെ, 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ തോറ്റുപോയെങ്കിൽ അടുത്ത പ്രാവശ്യം ദൈവം 10,000 പേരെ തരുമെന്നാണ് ഇരിക്കുന്നത്, 2000 പേരെ തരുമായിരിക്കും. If you fail to feed 5,000, are you thinking God will give more people? He will only give less people. എന്നിട്ട് ഒരു ദിവസം ബൈബിൾ വായിക്കുമ്പോൾ ചിന്തിക്കുകയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട് 25 വർഷമായല്ലോ, ഇപ്പോഴും തുടങ്ങിയിട്ട് അടുത്തുനിന്ന് അധികം പോയിട്ടില്ലല്ലോ, എന്താ ഇത്രയും വളരാത്തത്? When you read Bible, you are thinking that why I am not growing spiritually. കർത്താവ് നമ്മെ മുന്നോട്ട് വിളിക്കും. God is calling us to come forward.
അവിചാരിതമായിട്ടല്ല ജീവിതത്തിൽ സാഹചര്യങ്ങൾ കടന്നു വരുന്നത്. The situations in our life does not happen without the knowledge of God. രക്ഷിക്കപ്പെട്ട എന്ന് ഞാൻ എൻ്റെ ജീവിതം കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു, അന്ന് മുതൽ കർത്താവിനാൽ നിയന്ത്രിതമാണ് എൻ്റെ ജീവിതം. The moment I am saved, my life is controlled by God. അന്ന് മുതൽ ദൈവം എന്നെ പഠിപ്പിക്കുകയാണ് വിശ്വാസ ജീവിതം. From that moment onwards, God is teaching me a life of faith. ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ദൈവം എന്നെ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സോഴ്സസിന് വേണ്ടി കമ്പനിയെ ഉപയോഗിക്കുകയാണെങ്കിലും എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ബോധ്യം ആ കമ്പനിയല്ല എൻ്റെ കർത്താവ്, ദൈവമാണ് എൻ്റെ കർത്താവ്. അതിനുവേണ്ടി ദൈവം താൽക്കാലികമായി കമ്പനി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. Your thinking should be that it is not my company which feeds me, but God is providing through the company, but God is the one who is feeding me. പെട്ടെന്ന് ചേഞ്ച് ചെയ്തു പോകാം. We can shift very easily from this thinking. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേടി എനിക്കുള്ളതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ സഹായങ്ങൾ തരാറുണ്ട്. ഞാൻ അവർക്ക് റിപ്ലൈ ചെയ്ത് ഇങ്ങനെയാണ്, ഐ റിസീവ് ദാറ്റ് മണി. നന്ദി എന്ന് പറയാറില്ല. When I receive the gift, I normally reply like, I received that money. I don't say thanks. തന്നത് 1000 രൂപയാണെങ്കിലും 1,00,000 രൂപയാണെങ്കിലും തന്നത് എൻ്റെ അപ്പനാണ്. പിന്നെ ഞാൻ ഇവരോട് നന്ദി എന്തിനാ പറയുന്നത്? Whatever is the money which I received, it is my heavenly Father has given me. ഒരു പ്രാവശ്യം ഞാൻ നന്ദി പറഞ്ഞാൽ അവർക്ക് അയക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം 2 നന്ദി പറയും. പിന്നെ 3ാമത്തെ പ്രാവശ്യം മുട്ടുമേൽ വീണ് നന്ദി പറയും. പിന്നെ എഴയാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ നന്ദി പറയാറില്ല. When I receive gifts, I am afraid that all these things will lead them to give them more, and my dependence on them will increase. I'm afraid of that. എനിക്ക് ഇതുവരെയും ഗബ്രിയേൽ ഒരു സ്വർഗ്ഗത്തിൽ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് തന്നിട്ടില്ല. ഇതുവരെ പൈസ തന്നിട്ടില്ല. തന്നതൊക്കെ മാനുഷികമായിട്ട് തന്നെയാണ്. Till now, God has provided us through people. പക്ഷേ എൻ്റെ വിശ്വാസം അവരാണ് തരുന്നതെങ്കിലും അത് ദൈവം ഉപയോഗിച്ചൊരു ചാനൽ മാത്രമാണ്. My belief is that even though people have given me, God has used them as channels. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, അതെല്ലാം ദൈവം ഒരു ചാനലായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതല്ല നിങ്ങളുടെ പ്രൊവൈഡർ. Your provider is not your company, it is your heavenly Father. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ കാലുകൾ വെക്കുന്നത് ശൂന്യതയിലേക്കാണ്. പക്ഷേ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ശൂന്യതയിലും വിശ്വാസത്താൽ മാത്രം കാണാൻ പറ്റുന്ന ദൈവത്തിന്റെ കരം അവിടെയുണ്ട്. You should experience the presence of God by faith when you put your steps forward. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത്. That's why the Paul is telling, we are not living by sight, but we live by faith. ദൈവം നമ്മളെ മുന്നോട്ട് വിളിക്കുകയാണ്. God is calling us to come forward. വിശ്വാസത്താൽ നടക്ക്. Live by faith. ഒന്നും കാണുന്നില്ലെങ്കിൽ വിശ്വാസത്താൽ നിങ്ങൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ കരം. You are able to see the hand of God through your eyes of faith. ദൈവം വിശ്വസ്തനാണെന്ന് എത്രയോ പ്രാവശ്യം അനേക അനുഭവങ്ങൾ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചില്ലേ? God has proved His faithfulness through many occasions in each one of your lives. പ്രത്യേകിച്ചും ഈ മിഷൻ യാത്രയിൽ പോകുമ്പോൾ ചില ദൈവദാസന്മാർ പറയുന്ന സാക്ഷ്യം കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും ദൈവം അവരെ നടത്തിയ വഴികൾ. When we hear the testimony of the servants of God, we are with praises to God, how God is providing for them. നമ്മുടെ ദൈവം സർവശക്തൻ. Our God is almighty. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. There is nothing impossible for God. ദൈവത്തിന് എനിക്കത് കഴിയില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യവുമില്ല. There is nothing which God says not possible. ആ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നമ്മൾ ഓരോ ദിവസവും ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. God desires that we trust in such a mighty God. ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു, പക്ഷേ ബലഹീനതയിലാണ്. God manifests His power, but it is in our weakness. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. ഒറ്റ ജീവിതമേ ഉള്ളൂ നമുക്ക്. We have only one life ദൈവത്തെ അനുഭവിക്കാൻ, to experience God, ദൈവത്തെ ആസ്വദിക്കാൻ, to enjoy God. പക്ഷെ ചോദിക്കേ, വിശ്വാസത്തിലേക്ക് വന്നിട്ടും ഒരു വിശ്വാസ ജീവിതമാണോ അല്ല കാഴ്ചയാലുള്ള ജീവിതമാണോ നാം നയിക്കുന്നത്? What kind of life I am leading? Am I living by faith or by sight? വിശ്വാസത്താലുള്ള ജീവിതം നയിക്കുന്നവർക്ക് മാത്രമാണ് അവരുടെ ബലഹീനതയിലും മുൻപോട്ട് പോകാൻ കഴിയുന്നത്. Only those who live by faith can move forward in spite of their weaknesses.